നമസ്കാരം. ജനുവരിയിൽ നടക്കാൻ പോകുന്ന 2025 ഓട്ടോ എക്സ്പോയ്ക്കായി വാഹന ലോകം കാത്തിരിക്കുകയാണ്. എല്ലാ വട്ടവും ഓട്ടോ എക്സ്പോയിൽ മാരുതി സുസുക്കി ചില വമ്പൻ അവതരണങ്ങൾ നടത്താറുണ്ട്. ഇക്കുറി അതിന് ഇത്തിരി പൊലിമ കൂടുതലാണ്. കാരണം മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഓട്ടോ എക്സ്പോയിലൂടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. 2023 ഓട്ടോ എക്സ്പോയിൽ EVX കൺസെപ്റ്റ് രൂപത്തിൽ കണ്ട ഇലക്ട്രിക് SUV പ്രൊഡക്ഷൻ രൂപത്തിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ഏതായാലും വിറ്റാര എന്ന് പേരിട്ടിരിക്കുന്ന കന്നി EVയുടെ കൂടെ സർപ്രൈസായി മറ്റൊരു EV കൂടി മാരുതി കൊണ്ടുവരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വിറ്റാര ഇലക്ട്രിക് SUVയുടെ കാര്യം ഇതിനോടകം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മാരുതി സുസുക്കി 2025 ഓട്ടോ എക്സ്പോയിലൂടെ പുതിയ ഹസ്ലർ EVയും അവതരിപ്പിച്ചേക്കുമെന്ന ഊഹാപോഹങ്ങളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹസ്ലർ ഇന്ത്യയിൽ നിരത്തുകളിൽ പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ സ്പൈ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും പുതിയ ഹസ്ലർ EVയുടെ പ്രത്യേകതകളും മറ്റു വിശേഷങ്ങളും നോക്കാം. ഇലക്ട്രിക് വാഹന വിപണിയിലേക്കുള്ള എൻട്രി വൈകിയെങ്കിലും മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്ന നിലപാടാണ് മാരുതി സുസുക്കിയെ. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി തങ്ങളുടെ EV പോർട്ട്ഫോളിയോ വലുതാക്കാനാണ് കമ്പനിയുടെ പ്ലാന്. 2030ഓടെ 6 പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് മാരുതി സുസുക്കി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഈ 6 EVകളിൽ ഒന്നിന്റെ സില്ലൗട്ട് ഹസ്ലർ പോലെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡിസൈനും വലിപ്പവും നോക്കിയാൽ ജപ്പാനിൽ വിൽക്കുന്ന ഒരു കാറാണ് ഹസ്ലർ. സൂക്ഷിച്ചു നോക്കിയാൽ ജിംനിയും എക്സ്പ്രസോയും കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയ കാറാണെന്ന് തോന്നാം. കോമ്പാക്ട് SUV പോലുള്ള ഇതിന്റെ ഡിസൈൻ ആരെയും ആകർഷിക്കും. MG കോമറ്റ് EVയേക്കാൾ അല്പം മാത്രം കൂടുതലുണ്ട് നിലവിലെ തലമുറ ഹസ്ലറിന്. എന്നാൽ കോമറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്ലറിന് 4 ഡോറുകളുണ്ട്. ജാപ്പനീസ് മോഡലിന് 658 cc പെട്രോൾ എഞ്ചിനാണ് ഉള്ളത്. എന്നാൽ ആഗോള വിപണിയെ മനസ്സിൽ വെച്ചുകൊണ്ട് സുസുക്കിക്ക് ഇത് ഓൾ ഇലക്ട്രിക് പവർ ട്രെയിൻ വാഗ്ദാനം ചെയ്യാൻ സാധിക്കും. ഹസ്ലർ EVയുടെ സ്പെസിഫിക്കേഷനുകൾ സുസുക്കി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വാഗണാർ EV പ്രോട്ടോടൈപ്പിൽ നിന്നായിരിക്കും മിക്കവാറും ഹസ്ലർ EV അതിന്റെ പവർ ട്രെയിന് കടം കൊള്ളുക. 2018 മുതൽ മാരുതി സുസുക്കി വാഗണാർ EVയുടെ പരീക്ഷണം നടത്തിയെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഏതായാലും വാഗണാർ EVയിൽ നിന്ന് പഠിച്ചതെല്ലാം അവർ ഹസ്ലറിൽ പ്രാവർത്തികമാക്കിയേക്കും. V3 കാർസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് ഹസ്ലർ EVക്ക് 30 kWh താഴെ ശേഷിയുള്ള ബാറ്ററി പാക്ക് ആയിരിക്കും ലഭിക്കുക. ഫുൾ ചാർജിൽ ഈ ബാറ്ററി പാക്ക് 250 km റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിപ്പവും ബോഡി സ്റ്റൈലും വെച്ച് നോക്കുമ്പോൾ ഹസ്ലർ ഇന്ത്യയിലെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാർ വിപണിയിൽ MG കോമറ്റ് EV, ടാറ്റ ടിയാഗോ EV, സിട്രൺ EC3 എന്നിവയുമായിട്ടായിരിക്കും മത്സരിക്കുന്നത്. എതിരാളികളോട് മുട്ടി നിൽക്കാൻ വിപുലമായ ഫീച്ചർ ലിസ്റ്റും സജ്ജീകരിച്ചാകും മാരുതി ഹസ്ലർ EV എത്തുന്നത്. 2025 ഓട്ടോ എക്സ്പോയിൽ ഹസ്ലർ EV അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ഉപഭോക്തൃ പ്രതികരണം മനസ്സിലാക്കാനാണ് മാരുതി സുസുക്കിയുടെ ശ്രമങ്ങൾ. എല്ലാം അനുകൂലമായി വന്നാൽ 2026ഓടെ ഹസ്ലർ EV ഇന്ത്യൻ വിപണിയിൽ എത്തിയേക്കും. മറ്റ് മാരുതി കാറുകളിൽ പോലെ തന്നെ കുറഞ്ഞ വിലയിൽ തന്നെയാകും ഈ കുഞ്ഞൻ EV വരികയെന്ന് പ്രതീക്ഷിക്കാം.